എന്റെ രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വർഷം ജീവിച്ചു. 23 വർഷം നബിയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ഒരിക്കലെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ, തെളിവേണം, നബിയുടെ ഭാര്യമാരോ, നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ജീവിച്ചിരുന്ന മക്കളോ ജന്മദിനം ആഘോഷിച്ചതിനൊരു സഹിയായ സംഭവം കൊണ്ടുവരും. റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാ കേട്ടോ, സ്വഹീഹ് മുസ്ലിമില് വ്യക്തമായ ഹദീസ്, സുഈല, നബിയോട് ചോദിക്കപ്പെട്ടു, അൻ സൗമി യൗമിൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാല, ഹബീബായ തങ്ങൾ പറഞ്ഞു, സംശയം എന്തിനാ, അന്നത്തെ നോമ്പിന്റെ കാരണം ഞാൻ ജനിച്ചത് തന്നെയാണ്, ഫീഹി ഉലിത്തു. ഓ മൗലവിമാരെ, ഈ വാക്കിൽ വ്യക്തമല്ലേ നബിയുടെ ജന്മദിനത്തിൽ? ചോദ്യത്തിന് പുള്ളി പറഞ്ഞ മറുപടി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ തിങ്കളാഴ്ച നോമ്പ്, അന്ന് ഞാൻ ജനിച്ചത്രയും, വലിയ കാര്യമായിപ്പോയി. ഈദ് മീലാദ് എന്നാ പറയല്, നബിയുടെ ജന്മദിന ആഘോഷം എന്ന് പറഞ്ഞാല് നോമ്പെടുക്കല, പെരുന്നാളിന് നോമ്പെടുക്കല് ഹറാമാണോ ഹലാലാണോ? സാധാരണക്കാരായ ജനങ്ങൾ പറയട്ടെ, ഏത് കുട്ടിക്കും അറിയാം പെരുന്നാളിന്റെ അന്ന് നോമ്പ് ഹറാമാ, പെരുന്നാളിന്റെ അന്ന് നോമ്പ് ഹറാമാ, 2 പെരുന്നാളിന് നോമ്പ് ഹറാമാ. കാരണം അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, അത് അയ്യാമു അഖിലിൻ വശുറുബിൻ, ഈദായത് കൊണ്ടത് കഴിക്കാനും കുടിക്കാനുള്ള ദിവസാ. നിങ്ങൾ നോമ്പെടുക്കോ, തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 ആയാലും അന്നും ഐസും തിന്ന് റോഡിലൂടെ നടന്നു പോവില്ലേ? നോമ്പെടുക്കോ നിങ്ങള്? ഇല്ല. ഇനി അത് മനസ്സിലാക്കിയിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഈ ഹദീസ് അവർ കണ്ടിട്ടില്ലേ? അവരാരെങ്കിലും ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? അതാണ് എന്റെ അടുത്ത ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ജന്മദിനം ആഘോഷിച്ചതിന്, ബർത്ത്ഡേ ആഘോഷിച്ചതിന് തിങ്കളാഴ്ച നോമ്പല്ല, അത് യൗമ ഉലിത്തു എന്ന് പറഞ്ഞ നോമ്പ് അത് നമ്മൾ എടുക്കുന്നുണ്ട് തിങ്കളും വ്യാഴവും. എന്തുകൊണ്ട്? തിന്നാനോ? ഏതെന്ന് പറഞ്ഞാൽ ജന്മദിന ആഘോഷം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ആഘോഷം എന്ന് പറഞ്ഞാൽ അയ്യാമു അഖിലിൻ വശുറുബിൻ. ഈ ഇരിക്കുന്ന സാധാരണക്കാർക്ക് പോലും മനസ്സിലാവും അത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ നടിക്കുകയാണ്.